അങ്ങനെ ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. പിന്നെ ഈ ലോങ് വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ആണ്. ഇപ്പം നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് തന്നെ ഓൾമോസ്റ്റ് 3 months ആയി. അപ്പൊ ഈ സബ്സ്ക്രൈബർ എനിക്ക് തോന്നുന്നു 2 months മുന്നേ തൊട്ടേ പറയുന്നു യൂണിക്കോൺ സ്കൂൾ സപ്ലൈസ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇനിയെങ്കിലും ഞാനത് ചെയ്ത് പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ആ കുട്ടി വിഷമിച്ച് പിണങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ സ്പെഷ്യലായി ആ കുട്ടിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ ആദ്യം തന്നെ ഒരു ക്ലിയർ പൗച്ചാണ് ഞാൻ ഇവിടെ ചെയ്തത്. സോ ആ ക്ലിയർ പൗച്ചിന് വേണ്ടി നമ്മൾ ഈ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ നമുക്കൊരു കവർ കിട്ടില്ലേ, സോ അതാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത്. പിന്നെ അതിന്റെ സൈഡ് ഒന്ന് വൃത്തിയോടൊക്കെ മാറ്റാൻ വേണ്ടി വാഷി ടേപ്പ് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ വാഷി ടേപ്പ് ഞാൻ തന്നെ ചെയ്തതാണ്. ഇതിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്തത് ഒരു യൂണിക്കോൺ തീം സ്കെയിലാണ് ഞാൻ ചെയ്തത്. അതിനുവേണ്ടി ഞാൻ വാട്ടർ കളർ പേപ്പർ എടുത്തു, എന്നിട്ട് ഒരു നോർമൽ സ്കെയിലിന്റെ ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. പിന്നെ യൂണിക്കോൺ തീം ആണല്ലോ, അതിനുവേണ്ടി ഞാൻ പിന്നെ സൈഡ് ഇച്ചിരി കളർഫുൾ ആക്കാൻ വേണ്ടി പർപ്പിൾ കളർ പേപ്പർ ആണ് എടുത്തത്. എന്നിട്ട് ആ ഒരു ഫ്ലവറിന്റെ പാറ്റിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു. കട്ട് ചെയ്തതിന് ശേഷം ഞാൻ അതിനൊക്കെ മെഷർമെന്റ് എഴുതി കൊടുത്തു. എന്നിട്ട് അത് സ്കെയിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത വാട്ടർ കളർ പേപ്പറില്ലേ അവിടെ ഇച്ചിരി ഫെവിക്കോൾ ഒക്കെ വെച്ച് ഒട്ടിച്ചു കൊടുത്തു. സ്കെയിൽ ചെയ്യുന്ന സംഭവം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. നമുക്കൊരു ഹാർഡ് പേപ്പർ ഉണ്ടെങ്കിലും പിന്നെ ഇച്ചിരി സ്റ്റിക്കേഴ്സും കളർ പേപ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായി തന്നെ സ്കെയിൽ ചെയ്യാൻ പറ്റും. നമ്മൾ യൂണിക്കോൺ തീം ആണല്ലോ ചെയ്യുന്നത്, അപ്പം സ്റ്റിക്കേഴ്സ് ഇല്ലാതെ എന്ത് തീം അല്ലെ. അതുകൊണ്ട് ഞാൻ സ്റ്റിക്കർ പേപ്പർ വെച്ചാണ് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയത്. കാരണം സ്റ്റിക്കർ പേപ്പർ വെച്ച് ചെയ്യുമ്പോഴാണ് ഇച്ചിരി കൂടി ഈസി, നമുക്ക് ഈസിയായി തന്നെ പീൽ ഓഫ് ചെയ്ത് ഒട്ടിക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ വരച്ചു കൊടുത്തു. എന്നിട്ട് സ്കെയിലിന്റെ അവിടെ ഇവിടെ ഒക്കെ ആയി ഞാൻ ഒട്ടിച്ചു കൊടുത്തു. പിന്നില്ലേ, ഞാൻ ഈ സ്കെയിൽ ചെയ്തപ്പോൾ ഓർത്തൊരു കാര്യമാണ്, എത്ര പെട്ടെന്നാണ് നമ്മൾ ഓരോരോ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുമ്പോൾ ആ ഒരു ലുക്ക് തന്നെ കംപ്ലീറ്റ്ലി മാറുന്നത്. എനിക്കെന്തായാലും ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ലൊരു ഔട്ട്പുട്ട് ആണ് ഇവിടെ സ്കെയിൽ ചെയ്തപ്പോൾ കിട്ടിയത്. സോ അങ്ങനെ നമ്മുടെ സ്കെയിൽ റെഡിയാണ്. ഇനി അടുത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഷാർപ്നർ ഒക്കെ ഇട്ട് വെക്കാനുള്ള ഒരു ചെറിയൊരു കവറാണ്. അതിനുവേണ്ടി ഷാർപ്നർ എടുക്കുക. കാരണം ഷാർപ്നറിന്റെ മെഷർമെന്റിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ ഒരു സ്ക്വയർ ഷേപ്പിലാണ് വേണ്ടത്. സ്ക്വയർ എന്ന് വെച്ചാൽ ക്യൂബോയിഡ് ഷേപ്പിലാണ് ഇവിടെ വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് എത്ര തിക്നെസ് ആണോ വേണ്ടത് ആ ഒരു തിക്നെസ്സിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം ഫോൾഡ് ചെയ്തതിനു ശേഷം ലാസ്റ്റ് ഫെവിക്കോൾ എടുത്ത് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് നമ്മൾ അതിങ്ങനെ കവർ ചെയ്യണം. അതിനുവേണ്ടി ഒരു സിസേഴ്സ് എടുത്ത് 4 കോർണറും വെട്ടിക്കൊടുക്കുക. എന്നിട്ട് അതും ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ഈ കവർ ഒന്ന് ക്യൂട്ടാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് എടുക്കുക, എന്നിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഷാർപ്നർ കവറും റെഡിയായി. അടുത്തത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഇറേസർ ഒക്കെ ഇട്ട് വെക്കാനുള്ള കവറാണ്. സോ അതിന്റെ പ്രോസസ്സും ഓൾമോസ്റ്റ് സിമിലർ ആണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷാർപ്നർ മെഷർമെന്റ് ചെയ്തില്ല, അതുപോലെ തന്നെ ഇറേസർ എടുക്കുക, എന്നിട്ട് അതിങ്ങനെ ഫോൾഡ് ചെയ്യുക, ഫെവിക്കോൾ ഒട്ടിക്കുക, എന്നിട്ട് അത് ഇച്ചിരി ക്യൂട്ടാക്കാൻ വേണ്ടി സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുക. ഫൈനലി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു പെൻസിൽ കവറാണ്. അതിനുവേണ്ടി പെൻസിൽ എടുക്കുക, എന്നിട്ട് ആ പെൻസിലിന്റെ സൈസിൽ നിങ്ങളത് റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്തതിനു ശേഷം അറ്റത്ത് ഒന്നുകൂടെ ഫെവിക്കോൾ എടുക്കുക, അത് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന്റെ മേലെയും ഇച്ചിരി ഒന്ന് ക്യൂട്ടാക്കാൻ വേണ്ടി സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എത്ര സൈസ് ആണോ നിങ്ങളുടെ പെൻസിൽ ആ ഒരു സൈസിൽ നമ്മൾ മെഷർ എടുത്ത് ടോപ്പും ബോട്ടമും കട്ട് ചെയ്ത് കൊടുക്കാം. സംഭവം അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മളെ യൂണിക്കോൺ സ്കൂൾ സപ്ലൈസ്, അതായത് ഇറേസർ, ഷാർപ്നർ, സ്കെയിൽ, പെൻസിൽ, പിന്നെ ഒരു ക്ലിയർ പൗച്ച്, അതൊക്കെയാണ് നമ്മൾ ഇവിടെ ചെയ്തത്. ഇനി അതൊക്കെ വർക്കിംഗ് ആണോ എന്ന് നമുക്ക് നോക്കണ്ടേ, കാരണം സ്കെയിലൊക്കെ കാണാൻ ക്യൂട്ടാണ്. സ്കെയിൽ വർക്കിംഗ് ആണോ നമുക്ക് നോക്കാം. സോ ഒരു പേപ്പർ എടുത്ത് ലൈനൊക്കെ വരച്ച് നോക്കാം. സംഭവം വർക്കിംഗ് ആണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എനിക്ക് ഇവിടെയാണ് ഒരു അബദ്ധം പറ്റിയത്. ഞാൻ എല്ലാം വർക്കിംഗ് ആണോ നോക്കി അതിനുശേഷം വീഡിയോക്ക് വേണ്ടി പൗച്ചിലിട്ട് നിങ്ങൾക്കൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ ആ ഒരു കാര്യം മനസ്സിലാക്കിയത്, സ്കെയിലിന്റെ ലെങ്ത് ഇച്ചിരി കൂടിപ്പോയി. ആക്ച്വലി സ്കെയിലിന്റെ ലെങ്ത് കൂടുതലല്ല, ബട്ട് പൗച്ച് ചെറുതായതുകൊണ്ട് നമ്മുടെ സ്കെയിൽ അതിൽ വെക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഞാനൊന്ന് നോക്കിയില്ല, സ്കെയിലിന്റെ സൈസ് ഇച്ചിരി കുറയ്ക്കാന്ന് വിചാരിച്ചു. സോ ഞാൻ ഒരു 2.5 centimeters കട്ട് ചെയ്തു സ്കെയിൽ. പിന്നെ നമ്മുടെ ഇറേസറും ഷാർപ്നറും ഒക്കെ നമുക്ക് ഈസിയായി തന്നെ ആ കവറിന് എടുത്ത് യൂസ് ചെയ്ത് തിരിച്ചതിൽ വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ പിന്നെ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയായിരുന്നു ഔട്ട്പുട്ട് എന്ന് നിങ്ങൾ കമന്റിൽ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങൾക്ക് ഇതിൽ ജസ്റ്റ് ഒരു 5 minutes വീഡിയോ ആയിരിക്കും കാണുന്നത്. ബട്ട് ഞാൻ ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഈ ഒരു 5 minutes വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ആ എഫേർട്ടിന് വേണ്ടി നിങ്ങൾ ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമന്റിൽ അറിയിക്കുക. സോ അത് അറിയിക്കുമ്പോൾ നിങ്ങളുടെ പേരും അതിന്റെ കൂടെ ഇടാൻ മറക്കരുത്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന്. സോ ആ കുട്ടി ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം മറക്കാതെ കമന്റിൽ അറിയിക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക, എന്നിട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരും ഷെയർ ചെയ്യണം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, 500 സബ്സ്ക്രൈബേഴ്സ് ആയാൽ എന്തായാലും ഒരു ഗീവ് അവേ നടത്തുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ വീഡിയോ ഷെയർ ചെയ്യുക.
എന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത്രയേ ഉള്ളൂ. സോ വീഡിയോ ഇതുവരെ കണ്ടതിൽ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സോ please do comment, like, share and subscribe without fail, and see you all in the next video guys. Bye bye, take care.